ഹലോ എവ്രിവൺ. 4 സുഹൃത്തുക്കൾ മറ്റൊരു രാജ്യത്തേക്ക് പോകാനായി ചില കളികൾ കളിക്കുന്നു. അങ്ങനെ മറ്റൊരു രാജ്യത്തെത്തിയ ശേഷം തിരിച്ചു വരാനായി പാടുപെടുന്നു. ഈ സുഹൃത്തുക്കളുടെ അവസ്ഥ രസകരമായി പറഞ്ഞ സിനിമയാണ് 2023 റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ നമ്മുടെ കിങ് ഖാൻ ഷാറുഖ് ഖാൻ അഭിനയിച്ച ഡങ്കി എന്ന ചിത്രം. ഈ കൂട്ടുകാർ എങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് പോയി, അവിടെ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു, അവർക്ക് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ നായിക വയസ്സാം കാലത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വന്ന വാർഡ് ബോയിൻ്റെ സിഗരറ്റ് എടുത്ത് വലിക്കാനായി നോക്കുമ്പോൾ അവനത് തടയും. അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ നോ ഔട്ടിംഗ് എന്ന് സ്ട്രിക്റ്റ് ആയിട്ടും പറയും. എന്നാൽ ആ നാട്ടിലെ പൈസ എടുത്തു കൊടുത്തതും നിമിഷ നേരം കൊണ്ട് നായികയെ പുറത്തേക്ക് കൊണ്ടുവരും. നായികയുടെ പേര് മന്നു. മന്നുവിൻ്റെ ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന ട്രിപ്സ് എല്ലാം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ ആ വാർഡ് ബോയിൻ്റെ ശ്രദ്ധ ഒരു നിമിഷം തെറ്റിയതും മന്നു ആ ട്രിപ്പ് കുപ്പിയും എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവും. എന്നിട്ട് അവിടുന്ന് നേരെ ഒരു ട്രെയിനിൽ കയറി അവരുടെ ലോയറിൻ്റെ അടുത്തേക്ക് വന്ന് തനിക്ക് ഇന്ത്യയിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പോൾ ആ ലോയറും നിങ്ങളുടെ കേസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വിസ കിട്ടില്ല, നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പോകാൻ കഴിയില്ല, അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്ന് പറയും. അപ്പോൾ ഒരുത്തൻ വിചാരിച്ചാൽ കഴിയും, ഹർദീപ് സിംഗ് വിചാരിച്ചാൽ കഴിയുമെന്ന് പറഞ്ഞതും ലോയർ ഒന്ന് ഭയപ്പെട്ടു. എന്നാൽ മന്നു ഇത് കാര്യമാക്കാതെ ഹർദിയെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യണം, അവൻ്റെ കോണ്ടാക്ട് കണ്ടുപിടിക്കണമെന്ന് പറയും. അവിടുന്ന് കട്ട് ചെയ്ത പഞ്ചാബാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു റണ്ണിംഗ് റേസ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്നവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് 2 തവണയായി സ്വർണം നേടിയ ഹർദീപ് സിംഗ് എന്ന് പറഞ്ഞതും നമ്മുടെ നായകൻ്റെ എൻട്രി. കുറച്ച് പ്രായമായെങ്കിലും അതൊന്നും വകവെക്കാതെ റേസിൽ പങ്കെടുക്കും. റേസ് സ്റ്റാർട്ടായി എല്ലാവരും ഫിനിഷിംഗ് ലൈൻ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നായകന് പരിചയമുള്ള ഒരാളുണ്ട്. അയാൾക്ക് മന്നു കോള് ചെയ്യും. അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന നായകൻ്റെ പേര് ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഓട്ടത്തിനിടയിൽ നായകൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് അയാൾ അവിടുത്തെ മൈക്ക് പിടിച്ചു വാങ്ങി മന്നു വിളിക്കുന്നുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും നായകൻ റേസ് നിർത്തി ഇയാളുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് ഫോണ് വാങ്ങി മന്നുവിനോട് സംസാരിക്കും. സുഖമാണോ, എന്താ ചെയ്യുന്നത് എന്നൊക്കെ വളരെ ഫീലായി വിശേഷങ്ങൾ അന്വേഷിക്കും. അപ്പം മന്നുവും എനിക്ക് ഇന്ത്യയിലേക്ക് വരണം, ഇവിടെ ഇവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കെന്തായാലും ഇന്ത്യയിലേക്ക് വരണം, അതിന് നീ എന്ത് ചെയ്താണെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയും. നായകനും അതിനോക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ലണ്ടനിൽ മന്നുവിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരുത്തൻ്റെ പേര് ബല്ലി. ഇവൻ പഞ്ചാബ് ടൈലേഴ്സ് എന്നു പേരുള്ള ഒരു കട ഇംഗ്ലണ്ടിൽ നടത്തി വരികയാണ്. ആക്ച്വലി വർഷങ്ങളായി പല ആൾക്കാർ ഈ കട വാങ്ങാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ അത് വിൽക്കില്ല എന്ന് വാശി പിടിച്ചു നിന്നു. എന്നാൽ മന്നു വിളിച്ച് ഇന്ത്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞതും ഇന്ത്യയിലേക്ക് പോകുകയാണെന്നുള്ള സന്തോഷത്തിൽ കിട്ടിയ പൈസയ്ക്ക്, അതായത് വളരെ കുറഞ്ഞ പണത്തിന് ആ ഷോപ്പ് വിറ്റു. മന്നുവിൻ്റെ വേറൊരു ഫ്രണ്ടാണ് ബഗ്ഗു. ബഗ്ഗു ഒരു കടയിൽ ക്ലീനിങ് ജോലിയാണ് ചെയ്യുന്നത്. എന്നാൽ ജോലി കഴിയാൻ 3 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി നിൽക്കുമ്പോൾ വെറുതെ നിൽക്കാതെ ഉള്ള സമയത്ത് നന്നായി ജോലി ചെയ്യ്, അവിടെയെല്ലാം നല്ലോണം തുടക്കിയെന്ന് കടയുടെ ഓണർ ലേഡി പറയുന്നത് കേട്ട് തുടച്ചുകൊണ്ടിരിക്കുന്ന മോപ്പെടുത്ത് അവരുടെ തലക്കിട്ടൊന്ന് കൊടുത്ത് എനിക്ക് ഈ ജോലി വേണ്ട എന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോരും. കാരണം ഇവനും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് പോയി സെറ്റിലാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി എന്തിനാണ് ഈ ജോലി എന്ന് പറഞ്ഞാണ് ആവേശത്തിൽ ജോലിയും വേണ്ടാന്ന് വെച്ച് അവൻ ഇവിടുന്ന് പോവും. ഇപ്പം മന്നു, ബഗ്ഗു, ബല്ലി ഇവർ 3 പേരും പ്ലെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മന്നു ഇവരോടൊരു കാര്യം പറയും. ആക്ച്വലി ഇവർ ഡയറക്റ്റായിട്ട് ഇന്ത്യയിലേക്കല്ല പോകുന്നത്, കാരണം ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ കിട്ടിയിട്ടില്ല. സോ ഇംഗ്ലണ്ടിൽ നിന്നും ദുബായ്, അവിടുന്ന് നായകൻ വന്ന് എന്തെങ്കിലും ചെയ്ത് ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയും. ഇത് കേട്ട ബഗ്ഗുവിനും ബല്ലിക്കും ഉള്ള ജോലിയും വിട്ടിട്ട് വന്നല്ലോ, ഹർദി എന്തായാലും വരുമല്ലോ എന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. മന്നുവും അവരെ സമാധാനിപ്പിച്ച് പഴയ ചില കാര്യങ്ങൾ ഓർമ്മിച്ചു നോക്കും. ഫ്ലാഷ് ബാക്ക്. 1995 പഞ്ചാബ്.
മന്നു, ബല്ലി, ബഗ്ഗു. ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. മന്നുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവളുടെ വീട്ടിൽ ഒരുപാട് കടങ്ങളുടെ പ്രശ്നമുണ്ട്. വീട് തന്നെ പലിശക്കാര് ജപ്തി ചെയ്തോണ്ട് പോയി. ഒരുപാട് കഷ്ടപ്പാടുള്ളത് കൊണ്ട് മന്നു ഒരു ഹോട്ടലിൽ ജോലിക്ക് ചേർന്നു. ബല്ലിയുടെ ഫാമിലിയും ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ബഗ്ഗുവിനും അച്ഛൻ മരിച്ചതുകൊണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. സോ ഇവനും പണത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ 3 പേരും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിൽ കഷ്ടപ്പെടുന്ന സമയത്ത് മന്നുവിന് ഒരു ഐഡിയ തോന്നും. ഇംഗ്ലണ്ടിലേക്ക് പോയാൽ നല്ല പോലെ സമ്പാദിക്കാമെന്ന്. എന്നിട്ട് നേരെ ഒരു ഏജൻസിയിലേക്ക് ചെന്ന് ഞങ്ങൾക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകണം, വിസ റെഡിയാക്കി തരണമെന്ന് പറയും. അവരും പണം, പ്രോപ്പർട്ടി, ഡിഗ്രി ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇവരും അതൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഏജൻസിയും ഇതൊന്നുമില്ലെങ്കിൽ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ചില കുറുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കും. ലേഡീസിന് സ്പോർട്സിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മന്നുവിന് സ്പോർട്സ് വിസ ലഭിക്കും. കാതറിൻ എന്ന പേരുള്ള ഒരു ലേഡിയുണ്ട്. അവരെ കല്യാണം കഴിച്ചാൽ സ്പോർട്സ് വിസയും ഒരാൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി വാങ്ങിച്ച സ്റ്റഡീസ് വിസയും ഒരാൾക്ക് കിട്ടും. ഇപ്പൊ ഇവര് 3 പേരും ഒരു തീരുമാനത്തിലെത്തും. മന്നുവിന് സ്പോർട്സ്, ബല്ലിക്ക് സ്പോർട്സ്, ബഗ്ഗുവിന് സ്റ്റഡീസ് വിസ. അങ്ങനെ ബഗ്ഗു അവന്റെ അമ്മയുടെ കയ്യിലുള്ള ഒരു പഴയ കോട്ട് എടുത്ത് കാണിച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് സ്റ്റഡീസ് വിസ വാങ്ങിയെടുക്കാമെന്ന് പ്ലാൻ ചെയ്യും. അതുമാത്രമല്ല, ഇതിനോടൊപ്പം ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതം വേണമെന്നും ആ ഏജൻസിക്കാർ പറയും. ഇത് കേട്ടതും ഇവർ 3 പേർക്കും ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് തന്നെ വന്നു. എന്നിട്ട് 5 ലക്ഷത്തിന് പകരം 5000-ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് ഏജൻസിക്കാരും ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കും. ഇപ്പോൾ വുമൻസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം, അതിന് റെസ്ലിംഗ് ആരുടെ അടുത്ത് ചെന്ന് പഠിക്കണമെന്ന് മന്നു ആലോചിക്കുമ്പോൾ ആ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കും. ഇപ്പോഴാണ് നമ്മുടെ നായകന്റെ എൻട്രി, ഹർദി സിംഗ്. ഇത് ഫ്ലാഷ് ബാക്കിലെ എൻട്രിയാണ് കേട്ടോ. ഇവൻ ആ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്ന് പറഞ്ഞ് ട്രെയിനിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതും ഓപ്പോസിറ്റിൽ വന്നയാൾ നായകനെ ഇടിച്ചതും ഇവന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ബോക്സുകളെല്ലാം നിലത്ത് വീഴുകയും ചെയ്തു. നായകനും പോയി ബഹളമുണ്ടാക്കാന്ന് വെച്ചതും അവിടെയുള്ള സ്കൂളിൽ നിന്ന് നാഷണൽ ആന്തം കേൾക്കും. കേട്ടതും രാജ്യസ്നേഹം നിറഞ്ഞ് അറ്റൻഷനിൽ നിൽക്കും. ഇത് ട്രെയിനിനകത്തുള്ള ഒരുത്തം കണ്ടിട്ട് വീണ് കിടക്കുന്ന സ്വീറ്റ് ബോക്സ് എല്ലാം എടുത്ത് കൊണ്ടുപോകും. ട്രെയിന് മുന്നോട്ട് പോവും. നായകനും ഇനി എന്ത് ചെയ്യും? ഇടിച്ചവനോടും എടുത്തോണ്ട് ഓടിയവനോടും ദേഷ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന ഒരു ലഡു എടുത്ത് തുടച്ച് ഇവനെ ഇടിച്ചിട്ടവന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് പോവും. അങ്ങനെ നായകൻ അവിടുന്ന് ഒരു ഹോട്ടലിലേക്ക് വരും. അവിടെയാണ് മന്നു ജോലി ചെയ്യുന്നത്. ആ സമയം അവിടെ ബല്ലിയും ബഗ്ഗുവും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഹോട്ടലിലെ ഓണറും ജോലിയെടുക്കുന്നവർക്ക് മാത്രമേ ഇവിടുന്ന് ഭക്ഷണം തരാനും ഇവിടെ ഇരിക്കാനും കഴിയുള്ളൂ, ജോലിയെടുക്കുന്നവരുടെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ വരാൻ പാടില്ല എന്ന പോലെ പറയും. അതിന് മന്നുവും സ്പോട്ടില് എനിക്ക് ഈ ജോലി വേണ്ട, ഇപ്പൊ ഞാൻ ഇവിടുത്തെ കസ്റ്റമറാണ്, ഞാൻ ചോദിക്കുന്ന ഫുഡ് കൊണ്ടുവന്ന് വിളമ്പ് എന്ന് ഓവറായിട്ട് പറയുന്നത് കേട്ട് ഓണർ മന്നുവിനെ അടിക്കാൻ വരും. ഇവിടെ നായകനുമുണ്ട്. അവൻ ഇത് കണ്ട് ആ ഹോട്ടൽ ഓണറിനെ റെസ്ലിംഗിലുള്ള പോലെ എടുത്തിട്ട് പെരുമാറും. ഇത് കണ്ട മന്നുവിനും ലൈറ്റായിട്ട് ഇംപ്രഷൻ ആവും. എന്നിട്ട് നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ നായകനോട് അന്വേഷിക്കും. അതിന് നായകനും ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നതാണ്, അയാളുടെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇത് കേട്ടതും മന്നുവിന് ആളെ മനസ്സിലായി. ആ ആളുടെ പേര് മഹീന്ദർ. എന്നിട്ട് മഹീന്ദറിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. നമ്മുടെ നായകൻ ഒരു ആർമി സോൾജിയറാണ്. ഒരിക്കൽ പരിക്ക് പറ്റിയപ്പോൾ ഈ മഹീന്ദറാണ് നായകനെ രക്ഷിച്ച് അതൊരു ടാപ്പ് റെക്കോർഡറും ചെയ്തു വെച്ച് പോയിട്ടുണ്ടായിരുന്നു. സോ അത് റിട്ടേൺ ചെയ്ത് നന്ദി പറയാനാണ് നായകൻ മഹീന്ദറിനെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത്. എന്നാൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മഹീന്ദർ മരിച്ചുപോയി. തീവ്രവാദികൾ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അതുമാത്രമല്ല മഹീന്ദർ വേറെ ആരുമല്ല, നായകൻ മന്നുവിന്റെ മൂത്ത സഹോദരനാണ്. അതിനുശേഷമാണ് വീട് ജപ്തി ചെയ്തു പോയതും ഈ അവസ്ഥയിലേക്ക് വന്നതും. അതുകൊണ്ട് ഞാൻ റെസ്ലിംഗ് പഠിച്ച് അത് വെച്ച് വിസ വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് പോയി സമ്പാദിക്കണം എന്നൊക്കെ മന്നു പറഞ്ഞു. നായകനും നായികയെ സഹായിക്കാനായി റെസ്ലിംഗ് കോച്ചിങ് ആരംഭിച്ചു. പുറത്ത് ബല്ലി നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെന്ന് കാതറിനെ കല്യാണം കഴിക്കാനായി വന്നു. എന്നാൽ അവിടെ കാതറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പല ആളുകൾ ഒരേ ഫോട്ടോ വെച്ച് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവന് കരച്ചിൽ വരാനായി. മറ്റൊരു ഭാഗത്ത് ബഗ്ഗു ഡോക്ടറിന്റെ കോട്ടൊക്കെ ഇട്ട് എൻക്വയറിക്ക് പോവും. അവിടെ ചെന്നപ്പോൾ കിഡ്നി എവിടെയാണെന്ന് ഒരേ ഒരു ചോദ്യം മാത്രമേ അവനോട് ചോദിച്ചുള്ളൂ. അതിന് ബഗ്ഗു ശരീരം മുഴുവൻ പരതി കാണിച്ചു. അതുകൊണ്ട് നീ പോയി പിന്നെ വാ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. സത്യത്തിൽ അതൊരു ഫ്രോഡ് ഏജൻസി ആയിരുന്നു.
പണം പോയല്ലോ, അമ്മയുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കേണ്ടി വരുമല്ലോ എന്ന ടെൻഷനിലാണ് ബഗ്ഗു. നായകനും ഫ്രണ്ട്സും വന്ന് ഒരു വിധത്തിൽ ബഗ്ഗുവിന്റെ അമ്മയെ സമാധാനപ്പെടുത്തി. എന്നിട്ടമ്മ ഇനി നീ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ നോക്കില്ല എന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യെന്ന് പറഞ്ഞതും ബഗ്ഗുവും സത്യം ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം തന്നെ മുത്തശ്ശി തട്ടിപ്പോയി. മുത്തശ്ശിയുടെ ബോഡിയോ എടുത്ത് ദഹിപ്പിക്കാൻ പോകുന്ന സമയത്ത് വഴിയിൽ വിസ 50% ഓഫർ എന്നും പറഞ്ഞ് ഒരു ബോർഡ് കാണും. ഇത് കണ്ടതും വീണ്ടും ഇവർ ഫോറിനിലേക്ക് പോകാനുള്ള സംസാരം ആരംഭിച്ചു. നായകൻ ഇത് കേട്ട് അവരോട് ബഹളമുണ്ടാക്കി നല്ലൊരു തീരുമാനം പറഞ്ഞു കൊടുക്കും. ഒരു എക്സാം എഴുതിയാൽ ഈസിയായി ഫോറിനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് ടീച്ചറിനെ പോയി കാണുന്നു. അയാളാണെങ്കിൽ ക്ലാസ് എടുക്കാതെ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് വളരെ ജോളിയായി പാട്ടൊക്കെ പാടി നടത്തി വരികയാണ്. എന്നാൽ അവിടെ സഖി എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് വെറുതെ പാട്ട് പാടി നിൽക്കാതെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ടെൻഷനാവും. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവും. ഇത് കണ്ട നായകനും ഇവന് മദ്യം വാങ്ങിക്കൊടുത്താൽ കറക്റ്റ് ആവുമെന്ന് വിചാരിച്ച് മദ്യവും വാങ്ങി അവന്റെ അടുത്ത് ചെന്ന് അവനെ കുടിപ്പിക്കും. ഇവനും എപ്പോഴും ബലം പിടിച്ച് നിൽക്കുമെങ്കിലും ആക്ച്വലി ഇവനും ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ്. അവളുടെ അച്ഛനാണെങ്കിൽ ഫോറിൻ പയ്യന് മാത്രമേ അവളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന വാശിയിൽ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണവും കഴിപ്പിച്ച് അവളെ ലണ്ടനിലേക്ക് അയച്ചു. എന്നാൽ പോയ സ്ഥലത്ത് ആ പെൺകുട്ടിക്ക് വല്ലാതെ ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് ഇവന് അവളുടെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് രക്ഷിക്കണം എന്നൊരു കത്തയക്കും. ഇവൻ തന്നെ നേരിട്ട് പോകാമെന്ന് തീരുമാനിച്ച് വിസയ്ക്ക് വേണ്ടി എംബസിയിൽ പോയപ്പോൾ ഇവന് ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് അവിടുന്ന് പുറത്താക്കി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാനായി ഇവിടേക്ക് വന്നതും അയാളോട് ഇങ്ങനെ പെരുമാറിയതും. ഇത് കേട്ട് ടെൻഷനായ നായകനും നേരെ ആ പെൺകുട്ടിയുടെ വീടിന് മുന്നിലേക്ക് വന്ന് ആരോട് ചോദിച്ചിട്ടാണ് അവളെ ഫോണിലേക്ക് അയച്ചത് എന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കും. ഇപ്പോൾ ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയും. നായകന് എൻഗേജ്മെന്റ് എന്നും പറഞ്ഞ് കല്യാണ ചെക്കനെ കുതിരപ്പുറത്ത് എല്ലാവരും കാണുകെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ പെണ്ണ് ലണ്ടൻ ചെക്കന്റെ കൂടെ ഓടിപ്പോയി. അതിനുശേഷം അവന്റെ നാട്ടിലെ എല്ലാവരും അവനെ കളിയാക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പോ ആരോട് ചോദിച്ചിട്ടാണ് പെണ്ണിനെ പുറത്തേക്ക് വിട്ടത് എന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് വീട് മാറിപ്പോയി എന്ന സത്യം അവർ മനസ്സിലാക്കിയത്. എന്നിട്ട് ശരിയായ വീട്ടിലേക്ക് പോയി കല്ലെടുത്തെറിഞ്ഞിട്ട് അവിടുന്ന് പോരും. പിറ്റേന്ന് രാവിലെ ക്ലാസ്സിലേക്ക് വന്നതും സാർ ഓവറായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കമ്പാരിസണിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ നായകൻ എഴുന്നേറ്റ് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും. എന്നാൽ അതിനവനെ എല്ലാവരും കളിയാക്കി ചിരിക്കും. ഇത് കണ്ട് നായിക മന്നുവിന് ദേഷ്യം വന്ന് നായകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവും. ഇവിടെ ഒരു സോങ്ങും ആ സോങ്ങിന് തന്നെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു റൊമാൻറ്റിക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹോളിവുഡിലെ ആ നായകൻ മുട്ടുകുത്തി നിന്ന് പ്രപ്പോസ് ചെയ്തു. ഇതുപോലെയൊക്കെ നമുക്ക് നടന്നിരുന്നെങ്കിൽ എന്ന് നായിക ഫീൽ ആവുമ്പോൾ നായകനും അത് മനസ്സിലാവും. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. സാറ് ക്ലാസ്സിലേക്ക് വന്നതും ക്ലാസ്സിലെ മുഴുവൻ പേരും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചോ, അടുത്ത നിമിഷത്തിൽ ഉത്തരം പറയുമെന്ന് കോൺഫിഡൻസോടെ ഇരിക്കും. ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇത്രയും കോൺഫിഡൻസോ എന്ന് സാറിന് തന്നെ സംശയമായി പോയി. എന്നിട്ട് സഖിയെ വിളിച്ച് താജ്മഹലിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയാൻ പറയും. അതിന് സഖിയും താജ്മഹലിനെ കുറിച്ച് എനിക്ക് വലുതായി ഒന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ എന്താ, എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാമെന്നും പറഞ്ഞ് നൗണ്, വെർബ്, അഡ്വർബ് എന്നും പറഞ്ഞ് ഇംഗ്ലീഷ് എനിക്കറിയാം. നിങ്ങൾക്കിപ്പോൾ താജ്മഹലിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇത് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുകയാണ്. മെയിൻ വേർഡായ താജ്മഹൽ മാറ്റി അതിനു പകരം വേറൊരു വാക്ക് വെക്കും. ഇത് നായകന്റെ പ്ലാൻ ആയിരുന്നു. എന്നിട്ട് അവസാനം ഗിവ് മീ വിസ എന്നും പറയും. അതിനുശേഷം ഇവരെ എല്ലാവരെയും എക്സാമിന് വേണ്ടി അയക്കും. എൻക്വയറിയിൽ രസകരമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോടും വേറെ വേറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതിൽ ബല്ലി മാത്രമാണ് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞൊപ്പിച്ചത്. അതിനവനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ നായകനോട് ഫാമിലിയെ കുറിച്ച് ചോദിക്കും. അവനും എന്റെ കല്യാണ പെണ്ണ് ഒളിച്ചോടി ഫോറിലുണ്ട്, അവളെ കാണണം എന്നൊക്കെ വാ തോരാതെ പറഞ്ഞു. ഇവരും അവനോട് പുറത്തു പോകാൻ ആവശ്യപ്പെടും. സുഖി എൻക്വയറിക്ക് പോയതും അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ അതിനൊന്നും ഉത്തരം പറയാനും കഴിഞ്ഞിരുന്നില്ല. അവൻ പല ഇമോഷനിലും മാറി മാറി വിസ തരാൻ പറയുന്നുണ്ട്. കാരണം അവന്റെ പെണ്ണ് ലണ്ടനിൽ കഷ്ടപ്പെടുകയാണല്ലോ. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. റിസൾട്ട് വന്നതും അതിൽ ബല്ലി മാത്രമാണ് പാസ്സായത്. അവന് വിസയും വന്ന് പോവുകയും ചെയ്തു. ഇതിന്റെ പേരിൽ കോച്ചിങ് സാറ് അഭിമാന പുളകിതനായി സ്വയം പൊക്കി സംസാരിക്കുമ്പോൾ സഖി വന്ന് ഇയാള് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കും. അങ്ങനെ നായകൻ വന്ന് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. സാറിനും അത് വലിയ അപമാനമായി. നേരെ സഖിയുടെ അടുത്തേക്ക് വന്ന് നീ ഡങ്കിയായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയിക്കോ എന്ന് പറയും. ഡങ്കി എന്ന് വെച്ചാൽ ലീഗലായി വിസ എടുത്തിട്ട് പോകാതെ ഇല്ലീഗലായി കടലും മരുഭൂമിയും കാടും മേടും താണ്ടി
പോകുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പൈസയ്ക്ക് നിന്നെ അയക്കാമെന്നും പറയും. ഇംഗ്ലണ്ടിലേക്ക് പോയ ബല്ലിയും ആ പെൺകുട്ടിയെ കണ്ട ഈ കാര്യമൊക്കെ പറയാമെന്ന് സഖിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കോള് വന്നു, ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന്. ഇത് കേട്ടതും ഇവനും തീ കൊളുത്തി മരിച്ചു. ഇത് കണ്ട നായകനും ഫീലായി. ഇവന്റെ ചിതാഭസ്മം നമ്മളെല്ലാവരും ഡങ്കിയായി പോയി ആ പെണ്ണിന്റെ ചിതാഭസ്മത്തിന്റെ കൂടെ വെക്കണമെന്ന് പറയും. അതിനുവേണ്ടി എല്ലാവരും ഡങ്കിയായി ഇംഗ്ലണ്ടിലേക്ക് പോകാമെന്നും തീരുമാനിക്കും. എന്നിട്ട് നായകനും നായികയും ബഗുവും ഡങ്കിയായി ഇംഗ്ലണ്ടിലേക്ക് പോവും. അങ്ങനെ പോകുമ്പോൾ കാട്ടിലൂടെയും വെള്ളത്തിലൂടെയും എല്ലാം പോയി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇറാനിൽ വന്നെത്തും. അവിടുന്ന് ഒരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാച്ച് ടവർ കാണും. ഇനി തിരിച്ചു പോകാനും കഴിയില്ല. രാത്രിയാവുന്നതുവരെ കാത്തിരുന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ട്യൂബ് വെച്ച് വെള്ളത്തിനടിയിൽ ശ്വാസം എടുത്തുകൊണ്ട് പോകുമ്പോൾ മന്നു ഒരവസരത്തിൽ ശ്വാസം കിട്ടാതെ വെള്ളത്തിന് മേലേക്ക് വരും. വെള്ളത്തിന്റെ അലയടിക്കുന്ന ശബ്ദം കേൾക്കും. വാച്ച് ടവറിൽ നിൽക്കുന്നവൾ ഇത് കണ്ട് അലയടിക്കുന്ന സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യും. എല്ലാവരും നന്നായി ഭയപ്പെട്ടു. എന്നാൽ ഭാഗ്യം കൊണ്ട് ആരുടെയും മേലും ബുള്ളറ്റ് കൊണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഗു ഇനി വേണ്ട തിരിച്ചു പോകാമെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കുമ്പോൾ നായകൻ ബല്ലിയുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും പറഞ്ഞ് അവന്റെ ഫോട്ടോ കാണിക്കും. കാരണം ബല്ലി അവിടെ നന്നായി സമ്പാദിച്ച് നല്ല രീതിയിൽ എത്തിയിരുന്നു. എന്നിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവും. വീണ്ടും ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെ ഒരു മരുഭൂമിയിലെത്തി. 2 ദിവസം അതിലൂടെ നടക്കണം. എന്ന പട്ടാളക്കാരുടെ അടുത്ത് പെടും. നായകൻ, നായിക, ബഗു ഇവരുടെ കൂടെ വേറെയും 3 പേര് വന്നിട്ടുണ്ടാവും. അവരെ ഓടിച്ച് ഷൂട്ട് ചെയ്യും. ഇപ്പോൾ അവിടെയുള്ള ഒരു പട്ടാളക്കാരൻ നായികയെ റോങ് ഇന്റൻഷനിൽ വിളിച്ച് നായകനും വേണമെന്ന് വെച്ച് തന്നെ നായികയെ ടെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പട്ടാളക്കാരുടെ അടുത്ത് ഏൽപ്പിക്കുന്നത് പോലെ കാണിച്ച് അവിടെ ഒരു ഫൈറ്റ് നടത്തി അവരെ കൊല്ലും. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരെയും കൊന്ന് കൂടെയുള്ളവരോട് ഓടാൻ പറയും. ഇപ്പോൾ അവരൊരു കണ്ടെയ്നറാണുള്ളത്. 27 ദിവസം ഒരേ കണ്ടെയ്നറിലിരുന്നു. ഒരുപാട് ടോർച്ചറും അനുഭവിച്ചു. അവിടുന്ന് ഹാർബർ, അവിടുന്ന് കാറിലെ സീറ്റിലും ഡിക്കിയിലും വണ്ടിയുടെ അടിഭാഗത്തുമൊക്കെയായി ഓരോരുത്തരും മറിഞ്ഞിരുന്നിട്ട് പോവും. അങ്ങനെ ഒരു വിധത്തിൽ ഇംഗ്ലണ്ടിൽ വന്നിറങ്ങും. അവിടെ മൊത്തം വയലായിരുന്നു. ഇത് കണ്ട ഇംഗ്ലണ്ട് പോലെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു കറുത്ത മനുഷ്യൻ നിൽക്കുന്നത് കണ്ട് നമ്മളെ ആഫ്രിക്കയ്ക്കാണോ കൂട്ടിക്കൊണ്ട് വന്നത് എന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കും. കണ്ടെയ്നർ എങ്ങാനും മാറിപ്പോയോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു അങ്കിളും ആൻറ്റിയും വരും. എന്നിട്ട് അവര് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കും. പെട്ടെന്ന് നിലത്ത് കിടക്കുന്ന മണ്ണെടുത്ത് ഇതേതാ സ്ഥലം എന്നൊക്കെ നായകനും ടീമും ചോദിക്കുമ്പോൾ അവർ ഇംഗ്ലണ്ട് എന്നും പറയും. അപ്പോഴാണ് ഇവർക്ക് ശ്വാസം നേരെ വീണത്. അങ്ങനെ അവിടുന്ന് എങ്ങനെയൊക്കെയോ ബിഗ് ബെന്നിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി മുട്ടുകുത്തിയിരുന്ന് പ്രപ്പോസ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ അവിടെ ബല്ലിയെ പോലെ ഒരു സ്റ്റാച്ചു നിൽക്കുന്നു. ഇത് കണ്ട് പ്രതിമ വെക്കുന്നത്രയും നമ്മുടെ ബല്ലി വളർന്നോ എന്ന് വിചാരിക്കുമ്പോൾ ആ ബല്ലി സ്റ്റാച്ചു അനങ്ങും. ആക്ച്വലി ഇങ്ങനെയാണ് ഇവൻ ഡെയിലി മേക്കപ്പ് ഇട്ട് പിച്ചയെടുക്കുന്നത്. അങ്ങനെ ഇവരെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. അവിടെ 20ന് മുകളിൽ അഭയാർത്ഥികൾ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ സ്റ്റഡീസ് വിസയിൽ വന്നതായിരിക്കും. എന്നാൽ അഡ്മിഷൻ ചെയ്ത സ്ഥലം ഫേക്ക് ആയിരിക്കും. സോ ജയിലിലൊക്കെ കിടന്ന് റിലീസായി അവസാനം ഇവിടെ എത്തിയവരാണ്. ഇത് കണ്ട് നായകനും ബല്ലിയോട് എന്തിനാ ഞങ്ങളെ പറ്റിച്ചത് എന്ന് ചോദിക്കും. അതിന് ബല്ലിയും എൻ്റെ ഒറിജിനൽ ഫോട്ടോ എടുത്തയച്ചാൽ അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വിഷമമാകും. മകൻ ഇങ്ങനെ വേറെ നാട്ടിൽ വന്ന് പിച്ചയെടുക്കുകയാണെന്നറിഞ്ഞാൽ അവർ തകർന്നു പോവും. എന്നാൽ ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്ത് റിച്ചായി ജീവിച്ചു വരാമെന്നും പറഞ്ഞാണ് അവിടെയുള്ളവർ സമ്പാദിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ സമ്പാദിച്ചാണ് പണം അയക്കുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് എന്തൊക്കെ ചെയ്താലും പോലീസിൻ്റെ പിടിയിലാവരുത് എന്നും പറയും. അങ്ങനെ ഒരു ദിവസം പോലീസ് അവിടേക്ക് റെയ്ഡ് വരും. എന്നാൽ എന്തോ ഭാഗ്യത്തിന് മുൻപേ തന്നെ നായകൻ എല്ലാവരെയും അലേർട്ട് ചെയ്തിരുന്നു. എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നായകൻ ഒന്ന് ആലോചിച്ചു, ഇല്ലീഗലായിട്ട് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. സോ ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്നറിയാൻ ഒരു വക്കീലിനെ പോയി കണ്ടു. വക്കീലും ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് വാങ്ങാൻ 3 യോഗ്യതകൾ വേണം. ഫസ്റ്റ് $1 മില്യൺ, അതിവരുടെ കയ്യിലില്ല. 2 ഇന്ത്യയിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്നും പറഞ്ഞ് ഇവിടെ അപേക്ഷിക്കണം. ഇന്ത്യൻ സോൾജിയർ ആയതുകൊണ്ട് നായകന് അതിൽ താല്പര്യമില്ല. 3-മത്തേത് ഇവിടെയുള്ള ആരെയെങ്കിലും കല്യാണം കഴിച്ച് 1 വർഷത്തിന് ശേഷം ഡിവോഴ്സ് ആവാം. അതുമൂലം സിറ്റിസൺഷിപ്പ് കിട്ടും. അവർ വേറൊരു കല്യാണം കഴിച്ചാലും സിറ്റിസൺഷിപ്പ് കിട്ടും എന്ന് പറയും. അങ്ങനെ നായികയെ ഒരുത്തന് കല്യാണം കഴിച്ചു കൊടുക്കാനായി ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. അവിടെ ചർച്ചിൽ കിസ് ചെയ്താലേ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞതും നായകൻ ബഹളമുണ്ടാക്കും. എന്നിട്ട് കല്യാണച്ചക്കനെ അടിച്ചൊരു വഴിയാക്കും. എല്ലാവരെയും പോലീസും പിടിച്ചുകൊണ്ടു പോവും. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇവർ ചിതാഭസ്മം കൊണ്ടുവന്നതാണല്ലോ, അത് വെച്ച്
ഇന്ത്യയിൽ ഞങ്ങൾ സുരക്ഷിതരല്ല എന്നും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് തരണമെന്നും പറഞ്ഞ് കോർട്ടിൽ കൊടുത്താൽ ഓക്കെ ആവും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവും. എന്നാൽ നായകൻ പറ്റില്ല എന്ന് തർപ്പിച്ചു പറയും. കാരണം നായകൻ ഒരു ഇന്ത്യൻ സോൾജറാണ്. ഇന്ത്യയോട് ഞാൻ ദ്രോഹം ചെയ്യില്ല എന്ന് പറഞ്ഞതും നായകനെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയക്കും. ബാക്കി 3 പേരും ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് വാങ്ങും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇവർ 3 പേരും ദുബായിൽ വന്നിറങ്ങും. ഇവിടെ നായകനെ കാണുന്നു. എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഷോക്ക്. നായിക ഇത്ര കാലമായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. അവൾക്ക് ട്യൂമർ ബാധിച്ചിട്ടുണ്ട്, അതും ബ്രെയിൻ ട്യൂമർ. കുറച്ചു കാലം കൊണ്ട് മരിച്ചു പോവും. സോ ഇന്ത്യ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. ആക്ച്വലി ഇന്ത്യൻ വിസയ്ക്ക് അവർക്ക് പെർമിഷൻ കിട്ടില്ല. കാരണം ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാണല്ലോ ഇംഗ്ലണ്ടിലെ സിറ്റിസൺഷിപ്പ് വാങ്ങിയത്. സോ ഇന്ത്യയിലേക്ക് വരാൻ പെർമിഷൻ ഇല്ല. വേറെ ഏതെങ്കിലും വഴി ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് നായകനോട് ചോദിക്കും. നായകനും നേരെ അവിടെയുള്ള ഒരു ലോക്കൽ ഡങ്കിയെ വിളിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിലെ കോച്ചിങ് സെന്ററിലെ സാറിനെ വിളിച്ച് അയാൾക്കറിയാവുന്ന ദുബായിലെ ലോക്കൽ ഒരു ഡങ്കിയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറയും. ഇയാളും ഇവരെ ഒരു കണ്ടെയ്നറിൽ കയറ്റിവിടും. എന്നിട്ടത് ഫോട്ടോ എടുത്ത് വേണമെന്ന് വെച്ച് ദുബായ് പോലീസിന് ഇവർ ഇല്ലീഗലായിട്ട് വന്നതാണെന്നും പറഞ്ഞ് അയച്ചു കൊടുക്കും. ഇവരെ പിടിച്ചു തന്നാൽ എത്ര പണം തരുമെന്ന് വിലപേശും. അതിനു മുൻപ് നായകൻ ഇവർ 3 പേരുടെയും ബ്രിട്ടീഷ് പാസ്പോർട്ട് കത്തിച്ചിട്ടുണ്ടാവും. കാരണം ഇവർ പിടിക്കപ്പെട്ടാലും ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് അറിയരുത്, ഇന്ത്യൻ സിറ്റിസൺ ആയി കരുതണമെന്ന് കരുതി. എന്നാൽ ഇപ്പോൾ പിടി വീണു. നായകൻ അവൻ്റെ പാസ്പോർട്ട് കാണിച്ച് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറയും. എന്നാലും പോലീസ് ഓവറായിട്ട് സംസാരിക്കും. എന്നിട്ട് ഇവർ 3 പേരും ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് പറയും. ഇപ്പൊ നായകൻ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ പാസ്പോർട്ടും വെള്ളത്തിലേക്ക് എടുത്തെറിയും. എന്നിട്ട് ഞങ്ങൾ ദുബായ് സിറ്റിസൺഷിപ്പ് വാങ്ങും, ഞങ്ങളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടോ എന്നും നായകൻ പറയും. ഇവരുടെ 3 പേരുടെയും ബാഗ് ചെക്ക് ചെയ്തതും അതിൽ ഇന്ത്യൻ ഡ്രസ്സ്, ഇന്ത്യൻ സിം കാർഡ്, ഫോൺ എല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം നായകൻ അറേഞ്ച് ചെയ്തതാണ്. കാരണം ഇന്ത്യയിലേക്ക് പോകുകയായതുകൊണ്ട് ഇന്ത്യൻ ഡ്രസ്സും ഫോണും സിമ്മും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡയൽഡ് കോൾ എടുത്ത് വിളിച്ചു നോക്ക് എന്ന് പറയും. പോലീസും വിളിക്കുമ്പോൾ അപ്പുറത്ത് സാറാണ് അറ്റൻഡ് ചെയ്യുക. സാറും ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറയും. അങ്ങനെ ഇവർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ആ പോലീസുകാർക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ നടന്നതെല്ലാം നായകൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും സാറ് പറഞ്ഞതും എല്ലാം. കാരണം ഇവർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ദുബായ് പോലീസിന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്തതാണ്. അതുമാത്രമല്ല ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കാണാനില്ല എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റും കൊടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ 4 പേരും ദുബായ് പോലീസിന്റെ അടുത്ത് അറസ്റ്റ് ആയതും ഇന്ത്യൻ പോലീസിലേക്ക് മെസ്സേജ് അയക്കും. അവിടെ FIR എല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അതിൽ ഇവരുടെ പേരിൽ മിസ്സിംഗ് കേസും ഉണ്ട്. സോ എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് കൺഫേം ആയി. അങ്ങനെ ദുബായിൽ നിന്ന് ഇന്ത്യയിലെ പഞ്ചാബിലേക്ക് ഇവരെ കയറ്റി അയക്കും. നാട്ടിൽ വന്നതും റെസ്ലിംഗ് എല്ലാം ചെയ്ത് എൻജോയ് ചെയ്യും. ബല്ലിയും ബഗുവും അച്ഛനമ്മമാരെ പോയി കണ്ടു. എല്ലാവർക്കും സന്തോഷമായി. നായിക അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ നായകൻ ഒരുപാട് മാറ്റങ്ങൾ നടത്തിയിരുന്നു. നായികയുടെ പേരിൽ ഒരു വീട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അച്ഛനോടും അമ്മയോടും സംസാരിക്കും. നൈറ്റ് ടെറസിലേക്ക് വന്ന് നായകനോടും സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായകനും ഇത്രയും കാലമായി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അവൾ അറിയുന്നത്. ഇപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതി തിരിഞ്ഞ് ക്ലോക്കിലേക്ക് സമയം നോക്കി മന്നുവിനെ നോക്കിയപ്പോൾ മന്നു അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. ഇതുപോലെ ഒരുപാട് അഭയാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേര് ജീവിച്ചതിന് ഒരടയാളം പോലും ഇല്ലാതെയും മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 6 മാസത്തിന് ശേഷം നായകനും ബല്ലിയും ബഗുവും ചുമ്മാ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഏജന്റ് ഇവരോട് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വിസ റെഡിയാക്കി തരാമെന്നും പറയും. ഇത്രയും കാലമായി ഇത് അവസാനിപ്പിച്ചിട്ടില്ലേ എന്നും പറഞ്ഞ് നായകൻ അവനെ എടുത്തിട്ട് ഇടിക്കും. എന്നിട്ട് ഞങ്ങൾ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ അവസാനിപ്പിക്കും. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബായ്.